അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖാണ്. അപ്പോൾ എല്ലാവരും വിരുന്നൊക്കെ പോയി കേൾക്കാറല്ലേ. അപ്പോൾ ഞങ്ങളെ വിരുന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. വിരുന്ന് പോയി വന്നാൽ അറിയാലോ അല്ലേ, നമുക്ക് ഒരുപാട് പണികളുണ്ടാവും വീട്ടിൽ. നമ്മൾ അടിച്ചു വാരി തുടച്ചിട്ട് പോയത് കേൾക്കാറ്, എന്നാലും വരുമ്പോഴത്തേന് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് തുണികൾ അലക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് പിന്നെ വീട് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഏതായാലും വിരുന്ന് പോക്കൊക്കെ കഴിയട്ടെ, എന്നിട്ട് വന്നിട്ട് ഒന്നായിട്ടാണ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നതേന് കേട്ടോ. അപ്പോൾ മാറാലിയും പൊടിയൊക്കെ തട്ടാനൊക്കെ ഉണ്ടേന്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചെയ്ത് തീർത്തു. അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ പിന്നെ അന്ന് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം എടുക്കുക വീഡിയോ എന്ന് കരുതിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിട്ടോ. വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ കിച്ചണിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. സ്കൂൾ മദ്രസുള്ള ദിവസം അധികം രാവിലെ ഞാൻ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലില്ല. അപ്പോൾ സ്കൂൾ മദ്രസൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമല്ല കേട്ടോ, ചപ്പാത്തി കഴിച്ചു പോയാൽ കുറച്ച് സമയമാകുമ്പോഴത്തേന് വിശക്കുമെന്ന് വിചാരിക്കും ഞാൻ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, ചപ്പാത്തി കഴിച്ചാൽ ഒരു വയറ് നിറയാത്ത പോലെ തോന്നും. രാത്രിയൊക്കെ ചപ്പാത്തി കഴിച്ചാണ്ട് കടന്നുറങ്ങിയാൽ എനിക്ക് ഉറക്കം വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ മക്കൾക്കും അങ്ങനെ വയറിനൊരു കാളിച്ചയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് രാവിലെ അധികം അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കലില്ല. ചായക്ക് വെച്ച് വെള്ളം തിളച്ചപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്നുമല്ല, ഗ്യാസ് ഇല്ല കേട്ടോ, ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ഇന്നലെ രാത്രിയാണ് കഴിഞ്ഞത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ കറണ്ട് അടുപ്പുമ്മലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ചപ്പാത്തി ചുടാനൊക്കെ പെട്ടെന്നുണ്ട്. ചപ്പാത്തി പരത്താനുള്ളൂ കുറച്ച് പണി. പിന്നെ ചപ്പാത്തിക്ക് കറിയാണെങ്കിലോ നമ്മൾ തലേ ദിവസം രാത്രി ചപ്പാത്തി ഉണ്ടാക്കിയപ്പം അതിക്ക് ചിക്കൻ കറി ഉണ്ടാക്കിനി. അപ്പോൾ ആ ഒരു കറി കുറച്ച് ബാക്കിയുണ്ടേനി. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിൽ ചിക്കനൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട്. രാത്രിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള കറിയേനും ചിക്കനൊക്കെ ഉണ്ടായപ്പോൾ. അപ്പോൾ എന്തായാലും അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. രാവിലെ പിന്നെ എങ്ങനെയൊക്കെ മതി കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു കറി മതി കുട്ടികൾക്ക്. ചിക്കൻ്റെ ആ ഒരു ചൊവ കിട്ടിയാൽ തന്നെ കറി അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ തേങ്ങ അരച്ച കറിയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ അതാ കറിയൊക്കെ ചൂടാക്കിയിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ ചായ കുടിക്കാൻ. എല്ലാവരും എപ്പോഴും ഇതേപോലെ ഒരുമിച്ചൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് രാവിലെ നമ്മൾ ഐഫക്കുട്ടി മദ്രസക്ക് പോകും, അതേപോലെ റിച്ചുമോ മദ്രസക്ക് പോകും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ റെഡിയായി സ്കൂൾക്കൊക്കെ പോകാനൊക്കെ റെഡിയായി വരുമ്പോൾ ഓരോരുത്തർ അങ്ങനെ ചായയൊക്കെ കുടിക്കലാണ്. രാത്രിയിൽ പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കൽ. അങ്ങനെ ഒരു സമയം തന്നെയെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം. അപ്പോഴുള്ളൂ ആ ഒരു കുടുംബത്തിൽ എന്താ പറയുക, ആ ഒരു സ്നേഹവും സന്തോഷമൊക്കെ എപ്പോഴും നിലനിന്ന് പോവുള്ളൂ. ഇല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല എന്നല്ല, എന്നാലും അതൊരു റാഹത്ത് തന്നെയാണ് അല്ലേ. ഉള്ളത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് എണീറ്റ് പോകുമ്പം അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. വണ്ടിക്കാരുണ്ട്, ഓഫാക്കട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മുറ്റടിച്ചു വാരാനായിട്ട് കയറിയത്. അങ്ങനെ മുറ്റടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് തുണികളുണ്ടേനും വിരിച്ചിടാനും. അപ്പോൾ നല്ല വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ രാവിലെ തന്നെ ഒക്കെ വിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കോളുമല്ലോ. അപ്പോൾ ആ തുണികളൊക്കെ അലക്കി ഒക്കെ വിരിച്ചിടുകയാണ്. പിന്നെ ഇപ്പോൾ മക്കളൊക്കെ വീട്ടിലുണ്ടായതുകൊണ്ട് ജോലികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത്. ബെഡൊക്കെ വിരിച്ചിടലും അതേപോലെ അവിടെ ഇവിടെയും കിടക്കണതൊക്കെ എടുത്ത് അതാത് സ്ഥാനത്തേക്ക് വെക്കലും അടിച്ചു വാരലൊക്കെ മഞ്ജുമോളെ ജോലിയാണ്. പിന്നെ അതേപോലെ തുടക്കൽ ചിഞ്ചുമോളെ ജോലിയാണ് കേട്ടോ. തുടക്കാൻ അത്യാവശ്യം നല്ലോണം ഉണ്ട്, താഴെ മേലെയായിട്ട് അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുണികളൊക്കെ അലക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ അലക്കാനും വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ അവർ അതൊക്കെ അടിച്ചു വാരി തുടക്കുന്നുണ്ട്. പിന്നെ അതാ മീൻകാരനും വന്നിട്ടുണ്ടേനും. അപ്പോൾ ചെറിയൊരു പാത്രം ഉണ്ടേനും ഇവിടെ സിറ്റ് ഔട്ടിൽ. അപ്പോൾ അത് കാട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ വാങ്ങാൻ. സാധാരണ ഞാൻ വലിയൊരു പാത്രം കൊണ്ടുവരലുണ്ട് മീൻ വാങ്ങാൻ. അപ്പോൾ ഇത് മീൻകാരനെ കണ്ടപ്പോൾ പിന്നെ ചെറിയൊരു പാത്രം കിട്ടിയത്, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് മത്തിയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്.
അപ്പോൾ ഇനി നമുക്കുള്ള ജോലി ചോറും കറിയും ഉണ്ടാക്കണം. അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ അടുപ്പ് കത്തിക്കുന്നുണ്ട്. ചോറ് വെക്കാനുള്ള കലത്തിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടടുപ്പും കത്തിക്കും കേട്ടോ. രണ്ടടുപ്പും കത്തിച്ചാൽ ഒരു അടുപ്പത്ത് ചോറും വെക്കും, ഒരടുപ്പത്ത് കറി ഉണ്ടാക്കും. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അതും തീർന്നോളും. അപ്പോൾ വീട്ടുജോലികളൊക്കെ പെട്ടെന്നാണ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ കൂടെ കൂടാമല്ലോ. അപ്പോൾ അവർ വീട്ടിലുണ്ടാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഓരോ വർത്താനം കാര്യങ്ങളൊക്കെ കേൾക്കാനും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അവർക്ക് പറയാൻ. അപ്പോൾ അതൊക്കെ കേൾക്കാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കുന്നത് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് കഴുകിയിട്ട് അതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇനി അപ്പുറത്ത് അടുപ്പ് കത്തിച്ചിട്ട് ആ ഒരു അടുപ്പിൽ നമുക്ക് കറി അടുപ്പത്ത് വെക്കാം. പിന്നെ മീൻ നന്നാക്കണം, അതേപോലെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കണം. അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അടുപ്പൊക്കെ പെട്ടെന്ന് കത്തിക്കിട്ടു കേട്ടോ. പിന്നെ നമുക്ക് ഗ്യാസൊന്നും ഇല്ലല്ലോ, ഗ്യാസ് കഴിഞ്ഞിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു കറി തൂമിച്ചെടുക്കണമെങ്കിൽ കൂടി നമുക്ക് അടുപ്പിൽ വെക്കണം. ഗ്യാസിന് ഞാൻ ബുക്ക് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇന്ന് കിട്ടലുണ്ടാവില്ല, നാളെ കാര്യം കിട്ടുക. ഗ്യാസും കുറ്റിയൊക്കെ പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോയി വെച്ചിരിക്കണം രാവിലെ തന്നെ. അപ്പോൾ ചിലപ്പോൾ നാളെ കാര്യം ഗ്യാസ് കിട്ടുക. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ഗ്യാസ് കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഗ്യാസ് ഓഫീസ് നമ്മളെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയാണ്ട് നിറപ്പിച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്നത്തെ കുക്കിങ്ങൊക്കെ ഇപ്പോൾ രാവിലെയാണ് അധികം നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ വൈകുന്നേരത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നാളെ പിന്നെ നിറച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ ഏതായാലും ഇപ്പോൾ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പച്ചക്കറികളൊന്നുമില്ല, നമ്മളെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ടൊരു സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ തൊലിയൊക്കെ കളയുന്നത്. അങ്ങനെ ഒരു മുറത്തേക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുറ്റത്തൊന്നും ആവില്ലല്ലോ. നമുക്ക് കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഇടുന്നിടത്ത് കൊണ്ടുപോയാണ്ട് ഇടും ചെയ്യുക, അവിടെ നിന്ന് വൃത്തികേടാവും ചെയ്യൂല. അങ്ങനെ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് കൊണ്ടുവന്നൊക്കെ നല്ലോണം കഴുകിയിട്ട് പിന്നെ അതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാറിൽ കാര്യമായിട്ടുള്ളത് കുമ്പളങ്ങ, അതേപോലെ ഒരു ചേമ്പുണ്ട്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങുണ്ട്, അതേപോലെ ഒരു ബീട്രൂട്ട്, പിന്നെ ഒരു 2 പയർ, അങ്ങനെയൊക്കെയാണ് ഇട്ടുള്ളത്. പിന്നെ തക്കാളി, പിന്നെ വെണ്ടക്ക ഉണ്ട്. വെണ്ടക്ക ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഇട്ട് കൊടുക്കുള്ളൂ. അപ്പോൾ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടേനും ഈ ചുമന്ന പരിപ്പാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ പരിപ്പ് വന്നപ്പോൾ തന്നെ നമ്മളെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ടേനും. അപ്പോൾ ഞാനത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇതിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിലേക്കുള്ള പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, മസാലപ്പൊടികളൊക്കെ. സാധാരണ ഞാൻ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചൂടാക്കാനൊന്നും നിന്നിട്ടില്ല, ഇതിലേക്ക് തന്നെ അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി തീ നല്ലോണം കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വെന്തോളും. പിന്നെ അത് ചോറ് നോക്കിയപ്പം ചോറ് വേവായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ചോറൊക്കെ വെന്ത് വരുമ്പോൾ തന്നെ ഞാൻ വേഗം ഈ മീനും കൂടെ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. മീൻ മത്തിയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. മത്തി അധികം വലിപ്പമൊന്നുമില്ല കേട്ടോ, ചെറിയ മത്തിയാണ്. പിന്നെ നാളെ വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച ആകുമ്പോൾ പിന്നെ ബീഫ് എന്തായാലും വാങ്ങിക്കും വെക്കാരം. അപ്പോൾ ഞാനിന്ന് കുറച്ച് മീനേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് മീൻ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ നന്നാക്കുന്നത്. മീൻ ഞാൻ സാധാരണ അലക്കണ കല്ലിൻ്റെ അടുത്ത് പോയിട്ടാണ് നന്നാക്കൽ. അപ്പോൾ അവിടെ നല്ല വെയിലായിക്കണ ഈ ഒരു സമയത്ത്. അപ്പോൾ ആ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തലവേദന ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ മീൻ നന്നാക്കുന്നത്. മത്തിമീൻ പൊരിച്ചാലും അതേപോലെ കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. പക്ഷേ ഇതിനൊരു ഉടുമ്പ് നാറ്റം ഉണ്ടല്ലേ, ആ ഒരു നാറ്റം എത്ര ആയാലും നമ്മളത് എത്ര കഴുകിയാലും പോയി കിട്ടാത്ത പോലെയാണല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നന്നാക്കണുണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളമൊന്നും നിലത്തൂറ്റിക്കാതെയാണ് കേട്ടോ നന്നാക്കണത്. അങ്ങനെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കറി നോക്കിയപ്പോൾ കറിത്തെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെണ്ടക്ക അരിഞ്ഞിട്ട് വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെണ്ടക്ക എണ്ണയിൽ വാട്ടിയിടണമെന്നൊന്നുമില്ല, ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഒരുപാട് സമയം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല, വെണ്ടക്ക പെട്ടെന്ന് വേവുമല്ലോ. പിന്നെ ഞാൻ ഇതിലേക്ക് കായ ഇട്ട് കൊടുത്തിട്ടില്ലേന്, അപ്പോൾ ചെറിയൊരു കഷ്ണം കായോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്കൊക്കെ വേവുമ്പോഴത്തേന് ആ കായോ അതിൽ വെന്തിട്ട് അലിഞ്ഞോളും. പിന്നെ കറിക്കുള്ള പുളിവെള്ളം ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടേന്. അപ്പം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ, പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കുക. അപ്പോൾ ഇന്ന് സാമ്പാർക്ക് തേങ്ങ വറുത്തരക്കണമെന്നില്ല, ചിലപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർക്കലൊക്കെ ഉണ്ട്. പിന്നെ ചോറൊക്കെ അതിൻ്റെ ഇടയിൽ വെന്തിട്ടുണ്ടേനും ചോറും ഞാൻ വേഗം ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു അടുപ്പത്ത് പിന്നെ മീൻ പൊരിച്ചെടുക്കാണ് കേട്ടോ. മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. എന്നാൽ
മുളകൊക്കെ നല്ലോണം പിടിച്ചോളും, ഉപ്പും മുളകൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും പിടിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മീനൊക്കെ പൊരിക്കാനുള്ളതൊക്കെ ചട്ടിയിലാക്കിയപ്പോഴത്തേന് കറി വെന്തിട്ടുണ്ടേനും. പിന്നെ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തല്ലോ, അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ടേനും. അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു അടുപ്പത്ത് തന്നെ ഒരു ചട്ടി വെച്ചിട്ട് വേഗം അതൊന്ന് തൂമിച്ചെടുക്കും ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കാബേജ് ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടി തന്നെ അതും ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം സാമ്പാർ കടുക് വറുത്തെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചത് ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതേപോലെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സാമ്പാറും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിറകടുപ്പിൽ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കുക്കിങ്ങൊക്കെ തീരും കേട്ടോ. കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ എടുക്കും, കാരണം നമ്മൾ ഗ്യാസുമ്മ വേവിച്ചെടുക്കണ അത്ര എളുപ്പത്തിൽ വെന്ത് കിട്ടൂല അടുപ്പത്താവുമ്പോൾ. എന്നാലും പണികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. ചോറ് വെന്ത ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ എന്താണോ കറി ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുക. അതേപോലെ മീൻ പൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ വേഗം മസാലയൊക്കെ തേച്ചിട്ട് അത് പൊരിച്ചെടുക്കുക. പിന്നെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീരുകയൊക്കെ ചെയ്യും. പിന്നെ വിറകുണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. വിറകില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഗ്യാസ് കത്തിക്കണ തന്നെയാണ് ഏറ്റവും ലാഭം. പിന്നെ എന്ന് പറഞ്ഞാൽ വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നതും ഗ്യാസുമ്മ കുക്ക് ചെയ്തത് കഴിക്കുന്നതും ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അടുപ്പത്ത് കുക്ക് ചെയ്യുന്നതിന് ടേസ്റ്റ് വേറെ ലെവലാണ് മക്കളെ. അപ്പോൾ അത് ഇവിടെ എല്ലാ ആൾക്കാർക്കൊക്കെ അറിയാം, കാരണം നമ്മൾ എപ്പോഴും അധികം വിറകടുപ്പിലാണല്ലോ കുക്ക് ചെയ്യണത്. ഗ്യാസുമ്മ ഉണ്ടാക്കുന്നതും വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് ബാബൊക്കെ പറയലുണ്ട് കേട്ടോ. നമ്മൾ ബീഫൊക്കെ മണ്ണിൻ്റെ ചട്ടിയിൽ വെക്കണതും അതേപോലെ കുക്കറിൽ ഗ്യാസുമ്മ വെച്ച് കഴിഞ്ഞാലും അത് കുക്കറിൽ വെച്ചതല്ലേ, അത് അത്ര ടേസ്റ്റ് ഇല്ലയെന്ന് എന്തായാലും അവർ പറയും. അപ്പോൾ നമ്മൾ കറിയൊക്കെ തൂമിച്ചെടുത്തിട്ട് പിന്നെ ആ ഒരു ചട്ടി തന്നെ ഒന്ന് വെള്ളം പറന്ന് കഴുകിയിട്ട് ആ ചട്ടീനെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതാ ഞാൻ കാബേജ് അരിഞ്ഞ് വെച്ച് ഇട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പുറത്തെ അടുപ്പിൽ ഇതാ മീനും പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് പൊരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി കരിയുള്ള പാത്രങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ ഞാൻ ഒഴിവാക്കിയിട്ട് ഒക്കെ ഇവിടെ പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് തന്നെ കഴുകി വെക്കും. അകത്തേക്ക് കൊണ്ടുപോകില്ല കേട്ടോ. അപ്പോൾ ഇനി കരിയില്ലാത്ത പാത്രത്തേക്ക് കറിയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഉപ്പേരിയും പിന്നെ മീൻ പൊരിച്ചതൊക്കെ വേറെ ഓരോ പാത്രത്തിൽ ഇതേപോലെ ആക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പം അകത്ത് അങ്ങനെ കരിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോലികളൊക്കെ അങ്ങനെ പെട്ടെന്ന് തീർന്നോളും. അപ്പോൾ നമ്മൾ മത്തിയൊക്കെ അതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. സാധാരണ മീനൊക്കെ ഞാൻ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഉപ്പുമുളകും പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കും. ഇന്നിപ്പോൾ അപ്പം തന്നെ പൊരിച്ചെടുത്തേക്കാണ്. എന്നാലും ഉപ്പുമുളകൊക്കെ നല്ലോണം ആയിട്ടുണ്ടായിന്, നല്ല ടേസ്റ്റും ഉണ്ടായിന് കേട്ടോ കഴിക്കാൻ. പിന്നെ 2 ദിവസമായിട്ട് ഇപ്പോൾ ബിരിയാണി മന്തിയൊക്കെ ഇനി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് നാടൻ ചോറും കൂട്ടാനുമാണ്. ഈ നാടൻ ചോറും കൂട്ടാനും കാണുമ്പോഴേ നമ്മളെ പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ, പ്രവാസികളായ. അപ്പോൾ അവർക്കിത് കാണുമ്പം നല്ല കൊതി വരും. അപ്പോൾ വായിൽ വെള്ളം വരലുണ്ട് എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഇന്ന് ഓരോ കൊതിപ്പിക്കാനായിട്ട് ഞാൻ മണ്ണിൻ്റെ ചട്ടിയിൽ സാമ്പാറും ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് കുറച്ച് ഉപ്പേരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് തൈരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാന്താരിമുളക് അതിൽ പൊട്ടിച്ചിടണം എന്നൊക്കെ വിചാരിച്ചിനി, പക്ഷേ കാന്താരിമുളകൊന്നും ഇട്ടിട്ടില്ല. കുട്ടികൾക്ക് ഇഷ്ടമല്ല, കുട്ടികൾക്ക് ഉപ്പും ഇതേപോലെ മോരുമാണ് ഇഷ്ടം. അപ്പം ഇന്ന് അങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഉപ്പേരിയും അതേപോലെ സാമ്പാറും മോരും പിന്നെ മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ, അത് ഞാൻ ഇതിൻ്റെ ഒപ്പം വെക്കാൻ മറന്നതാണ്. പിന്നെ ഒരു അച്ചാറിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മളെ കൈപ്പങ്ങ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വെക്കാൻ മറന്നതാണ്. പിന്നെ ഞാൻ ചോറ് വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഇങ്ങനെ ഒരു പാത്രത്തേക്ക് വിളമ്പി കാണിച്ചെന്നുള്ളൂ കേട്ടോ. ഫുഡ് കഴിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഒറ്റക്കല്ലട്ടെ കഴിച്ചത്, ഇത് കഴിക്കാൻ ഇവിടെ 4 ആളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വായിലൊക്കെ ഓരോ ഉരുള കൊടുത്ത് പിന്നെയാണ് കേട്ടോ ഞാൻ കുളിക്കാൻ പോയത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. ഇന്ന് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഉറങ്ങി നീച്ചൊക്കെ വന്നപ്പോൾ തന്നെ ഇത് അപ്പച്ചി മക്കളും കൂടിയിട്ട് ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കിയതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വന്നപ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനും. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് 4 മണി ചായയും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.